ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ റെസിപ്പി ചോക്കോ ലാവ കേക്കാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് അടിപൊളിയാണെന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് 250 ml കപ്പിൽ 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പാലൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റായതിന് ശേഷം പാലൊഴിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ടെക്സ്ചർ അങ്ങ് മാറിപ്പോൾ. അപ്പോൾ ആദ്യമേ നമ്മൾ പാലൊഴിച്ചിട്ട് വേണം അതിനെ മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. അപ്പം നമ്മൾ സാധാരണ ചോക്കോ ലാവ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചോക്ലേറ്റ് പീസ് ഇങ്ങനെ ഡിപ്പ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ അങ്ങനെ ഡിപ്പ് ചെയ്താൽ നമുക്ക് ആ ഒരു ലാവ പോലെ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ലാവ കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എടുത്തേക്കുന്നതെന്ന് നോക്കാം. 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്, 1/2 കപ്പ് കൊക്കോ പൗഡർ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി വയ്ക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് ഓയിൽ, അപ്പോൾ ഈ റെഡിയായ മിക്സ് നമുക്ക് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ അളവിനായിട്ടൊരു തവി എടുത്തിട്ടാണ് കോരി ഒഴിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ ഒരു ചോക്ലേറ്റ് ആണേ. അപ്പോൾ ഇതിനകത്ത് പാല് ചേർത്തുകൊണ്ട് തന്നെ ഇത് ഒരുപാടങ്ങ് കട്ടിയായി പോയിട്ടൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് മാത്രമായിട്ടാണ് വെക്കുന്നതെങ്കിൽ ഇതിപ്പോൾ ഹാർഡായി പോയേനെ. അപ്പോൾ അതാ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം അതിനകത്തോടെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ അതോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ ചോക്ലേറ്റാണ് ഇതിനകത്തോട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു 1/4 തവി ഒഴിച്ചാൽ മതി ബാറ്റർ. ഒരുപാട് അങ്ങ് തിക്ക് ലെയറായിട്ട് നമുക്ക് ഒഴിക്കണ്ട. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1/4 തവി നമ്മുടെ ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇനി എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്തെടുത്ത് കൊണ്ടുവയ്ക്കാൻ നേരമാണ് ഞാൻ ഓർത്തത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പ്രീ ഹീറ്റ് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ടൈം ഒരു 30 മിനിറ്റ്സ് എടുത്തു. 15 മിനിറ്റ്സ് മതിയായിരുന്നു. പക്ഷെ ഒരു 30 മിനിറ്റ്സ് ആയപ്പോഴാണ് എനിക്കിതൊന്ന് ശരിക്ക് വെന്ത് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ നടുക്ക് ഇങ്ങനെ ടൂത്ത് പിക്ക് കുത്തി നോക്കിയിട്ട് അത് ക്ലിയർ ആണെങ്കിൽ അപ്പോൾ അത് വെന്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിന് നമ്മൾ നടുക്ക് ടൂത്ത് പിക്ക് കുത്തിയാൽ ചിലപ്പോൾ അത് നമ്മുടെ ആ ചോക്ലേറ്റ് ഫില്ലിംഗ് ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ ഒരു നനവ് പോലെ ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് വെന്തില്ല എന്ന് പറഞ്ഞ് പിന്നെയും നമ്മൾ ഓവനിൽ വെച്ചിട്ട് പിന്നെയും നമ്മളിത് ഇങ്ങനെ പിന്നെയും നമ്മൾ ടൈം സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മൾ സൈഡിൽ വേണം ചെക്ക് ചെയ്യാനായിട്ട്. സൈഡിൽ ടൂത്ത് പിക്ക് ഇറക്കിയിട്ട് ക്ലിയർ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചോക്കോ ലാവ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.